ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. രാമായണ മാസം നമ്മുടെ നാട്ടിൽ മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചില ശ്രോതാക്കൾ എന്നോട് പറഞ്ഞു, നമ്മളുടെ ചാനലിൽ ഭഗവത്ഗീതയാണ്, അത് നല്ലത് തന്നെയാണ്, പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും രാമായണത്തിനെ പറ്റി പറയേണ്ടതല്ലേ എന്ന് ചിലർ പറയുണ്ടായി. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, രാമായണം ഒരു മാസം എന്നല്ലേ ഉള്ളൂ, എല്ലാ ദിവസവും രാമായണമായിട്ടാണ് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കഥകൾ അല്ലെങ്കിൽ ഭഗവത് കഥകളായിട്ടാണ് നമ്മൾ കൊല്ലം മുഴുവൻ ആചരിച്ചുകൊണ്ട് പോരുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് വേണോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ ഞാൻ എല്ലതും ഭഗവാന്റെ ഒരു പ്രേരണയായിട്ടാണ് കണക്കാക്കുക. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പം അത് വെറുതെ അല്ല, അത് തള്ളിക്കളയാൻ തോന്നില്ല. ഞാൻ പറയാറില്ല, ചെറിയ ചെറിയ സന്ദർഭങ്ങൾ പോലും, ചെറിയ ചെറിയ ചോദ്യങ്ങളാണെങ്കിലും സംശയങ്ങളാണെങ്കിലും അതൊക്കെ വലിയൊരു കാര്യത്തിനുള്ളതായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എന്നതിന് മുതലേ പറഞ്ഞു, ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ശ്രോതാക്കളുടെ എണ്ണം കുറയുക, അപ്പം എനിക്ക് വിഷമമുണ്ടാവും. അപ്പം അത് എന്താണ് കാരണം? ഇത് ഭഗവാന്റെ ഒരു പ്രേരിപ്പിക്കലാണ്, അല്ലെങ്കിൽ വഴി കാണിച്ചു തരാണ്, സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് രാമായണ കഥ മുഴുവൻ ഒരു 83 സെക്കൻഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടൊരു ചിത്രം സഹിതം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കൊരു തോന്നൽ, എന്നാൽ എങ്ങനെ രാമായണം പറയേണ്ടത്? ഒരു ദിവസം 30 ദിവസം എത്ര പറഞ്ഞാലും കഴിയില്ല, അത്രയും വലുതാണ്, മഹിമ ഉള്ളതുമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വേഗം നോക്കാം. ഭാഗവതത്തിലും ഇതേപോലെ തന്നെ ഉണ്ടായത്. രാമായണ കഥ 2 അധ്യായം കൊണ്ടാണ് ഭാഗവത് പറയുന്നത്. ആദ്യം ഒരൊറ്റ ശ്ലോകം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു, പിന്നെ അത് വിശദാക്കുക ചെയ്തു. അപ്പം ഈ എത്ര പറഞ്ഞാലും തീരില്ല. അപ്പം ഇതൊരു സൂചനയായി തോന്നിയിട്ട് പെട്ടെന്ന് തോന്നും, പറയാം രാമായണം ഒരു ലേശം നേരം, 2 മിനിറ്റോ 3 മിനിറ്റോ കൊണ്ട് തീരുന്നതായിട്ടുള്ള ഈ കാര്യം എന്നെ വല്ലാതെ ഇത് പറയിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് തുടങ്ങുകയാണ് നമ്മൾ രാമായണം കഥ. പെട്ടെന്ന് ആദ്യത്തെ ഒരു ചിത്രം രാമൻ അവതരിച്ചു എന്നുള്ളൊരു ചിത്രമാണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ പറയുന്നു, വേഗം 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 അങ്ങനെ പോവുകയാണ്. രാമന് കാട്ടിലേക്ക് പോകാൻ വരേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സീതാ സ്വയംവരത്തിനുള്ള കാര്യത്തിൽ 2ാമത്തെ ഫോട്ടോയിൽ കാണുന്നു. എങ്ങനെയത്? യാഗരക്ഷയ്ക്കായിട്ട് പോകുമ്പോൾ അവിടെ ജനകപുരിയിൽ എത്താൻ ഇടയാവുകയും അവിടെ വില്ല് ഉണ്ട്, ആ വില്ല് വലയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അത് വളരെ നിഷ്പ്രയാസം രാമൻ സാധിക്കുന്നു. അങ്ങനെ സീതാ സ്വയംവരം സാധ്യമാവുന്നു. അയോധ്യയിൽ തിരിച്ചെത്തുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു, വേഗം 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 പോവുകയാണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നുണ്ടായത് വിച്ഛിന്നാഭിഷേകം, അല്ലെങ്കിൽ രാമനെ യുവരാജാവായി രാജാവാക്കാനുള്ള ശ്രമം അത് തടയപ്പെടുക. എങ്ങനെ തടസ്സപ്പെട്ടത്? കൈകേയിയുടെ ആഗ്രഹം, രാമൻ കാട്ടിൽ പോകണം, ഇവിടെ ഭരതനെ രാജാവാക്കണം എന്നുള്ള കാര്യം. അത് നിർബന്ധിതനായിട്ട് ദശരഥൻ സമ്മതിക്കേണ്ടി വരുന്നു. ശ്രീരാമസ്വാമി ലക്ഷ്മണനോടും സീതയോടും കൂടി കാട്ടിൽ പോകുന്നു. കാട്ടിൽ പോയി അങ്ങനെ സുഖമായിട്ടുള്ളതല്ലല്ലോ, എങ്കിലും എല്ലായിടത്തും ഒപ്പം സീത വേണമെന്ന് സീതയാണ് തീരുമാനിച്ചു. ആര് വേണ്ടാന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ പോകുന്നു. അവിടെ എത്തിയിട്ട് ശൂർപ്പണഖ കാരണം രാമനെ പറ്റിയിട്ടും സീതയെ പറ്റിയിട്ടും അറിയുവാൻ രാവണന് അവസരം ലഭിക്കുന്നു. സീതയെ കട്ടുകൊണ്ടുപോകാനുള്ള ഉപായമായിട്ട് മാരീചൻ അവിടെ മാനായിട്ട് വരുന്നു. സ്വർണ്ണവർണ്ണത്തിലുള്ള ആ മാനിനെ കണ്ടിട്ട് സീതയ്ക്ക് വല്ലാത്ത മോഹം തോന്നി, അതിനെ പിടിച്ചു തരണം എന്ന് പറയുന്നു. മാൻ ഓടുന്നു, പിന്നാലെ രാമൻ പോകുമ്പോൾ പറയുന്നുണ്ട്, ലക്ഷ്മണ സീതയെ നോക്കിക്കൊള്ളണേ എന്ന്. മായാവിദ്യ കൊണ്ട് ഒരു കരച്ചിലൊക്കെ കേൾക്കാനിടയാവുന്നു. രാമന് അപകടം പറ്റിയെന്ന് മനസ്സിലാവുന്നു. സീത നിർബന്ധിക്കുന്നു, പോയി കൊണ്ടുപോവാ, പോയി രാമൻ എന്താ പറ്റിയെന്ന് അന്വേഷിക്കാൻ പറയുന്നു. എത്ര തടസ്സപ്പെടുത്താൻ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ നോക്കിയിട്ടും സമ്മതിച്ചില്ല. സാധിക്കാതെ വന്നപ്പോൾ നിർബന്ധിതനായിട്ട് ലക്ഷ്മണൻ അവിടുന്ന് പോകുന്നു.
ആ തക്കത്തില് രാവണൻ വന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ആ പുഷ്പവിമാനത്തിൽ കയറി കൊണ്ടുപോവുകയാണ് ലങ്കയിലേക്ക്. ജടായുവിൻ്റെ ശ്രമമൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെ ലങ്കയിലെത്തി. ലങ്കയിലാണ് എന്നുള്ള വിവരവും മനസ്സിലാവുന്നു ശ്രീരാമസ്വാമിക്ക്. അങ്ങനെ സുഗ്രീവന്റെ സഹായത്താൽ, അല്ലെങ്കിൽ സുഗ്രീവ സഖ്യം ഉണ്ടാവുന്നു. ബാലിയെ നിഗ്രഹിക്കുന്നു. ബാലി നിഗ്രഹം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യുപകാരമായിട്ട് ഗീതാന്വേഷണത്തിന് സഹായിക്കാമെന്ന് പറയുന്നു. ലങ്കയിലാണെന്ന് മനസ്സിലായ അവസ്ഥയിൽ എങ്ങനെയാ പോയി കാണുക? ഏതായാലും അതിന് യോഗ്യനായിട്ടുള്ള ആള് നമ്മുടെ ഹനുമാൻ സ്വാമിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹനുമാൻ ഇതാ ശ്രീരാമന്റെ ആ ആഗ്രഹം, അല്ലെങ്കിൽ ശ്രീരാമന്റെ കാര്യം സാധിക്കുന്നതിനായിട്ട് രാമരാമ എന്നുള്ള ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരൊറ്റ ചാട്ടം അങ്ങനെ ലങ്കയിലെത്തുന്നു. സീതാദേവിയെ കാണുന്നു. തിരിച്ചു വന്ന വിവരം ഇവിടെ ശ്രീരാമസ്വാമിയെ ബോധ്യപ്പെടുത്തുന്നു. ഇനി എന്താ വേണ്ടത്? സീത അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, കൊണ്ടുവരേണ്ടതല്ലേ? അതിനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കുകയാണ്. അങ്ങോട്ട് പോവാൻ എന്താ ഒരു കടല് ചാടാൻ ഹനുമാൻ സ്വാമി ചാടി എല്ലാവർക്കും കൂടി അങ്ങ് ചാടാൻ പറ്റില്ലല്ലോ. അതിന് സേതുബന്ധനം, സേതുവെ ബന്ധിച്ച് പാലം തന്നെ നിർമ്മിച്ച് എല്ലാവരും ലങ്കയിലെത്തി. ലങ്കേശനെ നിഗ്രഹിച്ച് ശ്രീരാമസ്വാമിയും എല്ലാവരും കൂടി തിരിച്ച് എവിടെ എത്തിയിരിക്കുന്നു? അയോധ്യയിലെത്തി. സുമംഗളമായിട്ട് ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം മുതലായ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു ചെറു ചിത്രം. നമ്മൾ രാമായണത്തിൽ കൂടെയുള്ള ഒരു യാത്ര, ഇങ്ങനെ മനസ്സിൽ രാമനെ ധ്യാനിച്ച് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ചിത്രത്തോടു കൂടിയ ഒരു രാമായണം. അല്ലാണ്ടൊന്നുമില്ല. ഒന്ന് തൊട്ട് പോവുക. ഇത് എത്ര വേണമെങ്കിലും വിപുലീകരിക്കാം. ഈ എല്ലാവരും രാമായണത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഇത് കേൾക്കാൻ അധികം ഒന്നും സമയമുണ്ടാവില്ല. ഒക്കെ അറിയുന്നതല്ലേ എന്ന് വിചാരിച്ച് തള്ളിയേക്കാം. ഇപ്പൊ ഇതെന്തേലും ഇതൊരു ക്യാപ്സ്യൂൾ പോലെയാണ്. ഇതങ്ങനെ മുഴുവനും രാമായണത്തിനുള്ളിലൊരു യാത്ര മാത്രമാണ്. ഈ യാത്രയിൽ കൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാവട്ടെ. ഇത് ഓരോരോ ചിത്രങ്ങളും അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ ധാരാളം നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ കൂടുതൽ അതിൽ കൂടെ പോകുന്നില്ല. ഒരു ചുരുക്ക യാത്ര രാമായണത്തിൽ കൂടെ. ഭരതന്റെ കാര്യങ്ങളൊക്കെ വളരെ ഉണ്ട്. ഭരതൻ വളരെയധികം നിർബന്ധിക്കുന്നുണ്ട് ശ്രീരാമസ്വാമിയെ. കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ്, അല്ലെങ്കിൽ രാമന്റെ മനസ്സ് മാറില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഭരതൻ രാജ്യഭാരം ഏൽക്കുന്നത്. അതോ രാജാവായിട്ട് രാമൻ തന്നെയാണെന്നുള്ളത്, രാമന്റെ ആ പാതുക മെതിയടി അവിടെ പ്രതിഷ്ഠിച്ച് ആ സിംഹാസനത്തിൽ ഇരുത്തി രാമന്റെ ഒരു പകരക്കാരൻ, കാര്യസ്ഥൻ മാത്രമായിട്ടാണ് ഞാൻ. രാമൻ എങ്ങനെയാണോ മനസ്സില് ജടാവൽക്കലധാരിയൊക്കെ ആയിട്ടല്ലേ, അതുപോലെ ഞാനും ഇവിടെ ആണ്. വലിയ ഭക്ഷണമൊന്നുമില്ല, ജീവൻ നിലനിൽക്കാനുള്ള മാത്രം ഭക്ഷിച്ചുകൊണ്ട് നന്നായിട്ട് രാജ്യം ഭരിച്ച ഭരതൻ ഉണ്ടവിടെ അല്ലേ. ആ ഭരതൻ എത്രയാ സന്തോഷമായത് രാമൻ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ആ സന്തോഷത്തോടു കൂടി അതങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ് രാജ്യം ചെയ്യുന്നത്. രാമനും ഇവിടെ സുഖമായിട്ട്, അങ്ങനെ ഒരു കാര്യമില്ല രാമായണത്തില്. സുഖമായിട്ട് ജീവിക്കില്ല. ആദ്യം ജനനം കഴിഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഒരു സുഖം, ഉടൻ ദുഃഖം, സുഖം ദുഃഖം, അങ്ങനെയാണ്. ഒരിക്കലും ശാശ്വത സമാധാനമില്ല. ഇതാണ് മനുഷ്യന്റെ സ്ഥിതി എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഈ സുഖമാണെന്ന് വിചാരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇരട്ടി ദുഃഖം, ആ ദുഃഖം കഴിഞ്ഞിട്ട് സുഖം, പോകുന്നു. ഒരിക്കലും സുഖം ഉണ്ടാവില്ല. എന്നാലോ ഈ സുഖം ദുഃഖം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥ നമ്മൾ ഭഗവത്ഗീതയെ പഠിച്ചില്ല. ഇതൊക്കെ മനഃക്കൽപ്പിതമാണ്. സധൈര്യം നമ്മളുടെയൊക്കെ കർത്തവ്യം നിർവഹിക്കുക. രാവണതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ രാജാവായി ഇരിക്കുക. ആ സമയത്ത് ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടി വരികയാണ് സീതയെ പറ്റിയിട്ട്. സീത രാവണന്റെ കൂടെയൊക്കെയല്ലേ ഉണ്ടായത്, പിന്നെ സ്വീകരിച്ചത് നന്നായില്ല എന്നുള്ള ദുർവചോക്തി, ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നപ്പോൾ രാമൻ ഒട്ടും വിഷമിക്കാതെ എന്ന് പറഞ്ഞാൽ വിഷമല്യ ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം, അതൊന്നും പ്രകടിപ്പിക്കാതെ പെട്ടെന്ന് സീതയെ ഉപേക്ഷിക്കുന്നു. അപ്പോ ആ സീതയെ ഉപേക്ഷിച്ചതും
അതുപോലെ സിംഹാസനത്തിൽ ഇരുന്നതും, ഇത് രണ്ടും ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി രാമനുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തു വന്നാലും കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദുഃഖമാവട്ടെ സുഖമാവട്ടെ വന്നും പോയി കൊണ്ടിരിക്കും. നമ്മുടെ ന്യായപഥത്തിൽ നിന്ന്, ന്യായമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുക, ജീവിത ലക്ഷ്യം സഫലമാവും. പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികളാവില്ല. ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ സുഖമായിട്ട് കാര്യങ്ങൾ നടക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ രാമായണം, രാമന്റെ ജീവിത കഥ മുഴുവൻ ഒന്ന് അനുസ്മരിക്കാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാ മാലിന്യങ്ങളും നീങ്ങി മനസ്സമാധാനം ഉണ്ടാവും എന്ന ഒരു സന്ദേശമാണ് നമ്മൾ ഈ കുറച്ച് നിമിഷങ്ങൾ ഭഗവത് സ്മരണയോടുകൂടി ഇപ്പോൾ നിൽക്കാൻ സാധിച്ചത്. അതിന് സാധിക്കും രാമസ്മരണ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ശ്രീരാമ പാദ സ്മരണ ഉണ്ടാവാൻ സഹായിക്കുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമി ഒന്ന് അനുസ്മരിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടം ഉണ്ടായാലും ഇതൊന്നും എനിക്കൊരു വിഷമമുള്ളതല്ല, എന്താ വെച്ചാൽ രാമന്റെ കാര്യത്തിനല്ലേ ഞാൻ പോകുന്നത്, അത് നടക്കും എന്നുള്ള ആ ശ്രീരാമന്റെ ഭക്തനായ ഹനുമാനൊന്ന് സ്മരിക്കുക. എങ്ങനെയാണത്? മനോജവം മാരുതവേഗതുല്യം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 രാമ. ब्रह्म परात्पर राम, कालात्मक परमेश्वर राम, शेषकल्प सुख निद्रित राम, ब्रह्माद्यमर प्रार्थित राम. राम राम जय राजा राम, राम राम जय सीता राम. भयहर मंगल दशरथ राम, जय जय मंगल सीता राम. रघुपति राघव राजा राम, पतित पावन सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम.